ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതിന്റെ ഒരു ട്രെയിലർ ലോഞ്ചിന് വേണ്ടിയിട്ട് ഇത്രയധികം ജനങ്ങൾ കാത്തിരിക്കുന്നത്. എന്നാൽ ട്രെയിലർ റിലീസ് ചെയ്തതോ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത്, തീരെ പ്രതീക്ഷിക്കാത്ത ടൈമില് റിലീസ് ചെയ്തു കളഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് L2, ലൂസിഫർ 2, എമ്പുരാന്റെ ട്രെയിലറിനെ കുറിച്ചാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1:08, അത് ആരും ഇതുവരെ ചെയ്യാത്തൊരു ടൈമിങ്ങിൽ അത് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി 12 മണിക്ക് തന്നെ പൃഥ്വിരാജ് ടീമും അതങ്ങ് റിലീസ് ചെയ്ത് കളഞ്ഞു. സത്യത്തിൽ ആൾക്കാർ ഞെട്ടി. ഇത് ചോർന്നതാണോ, ഇനി ട്രെയിലർ ചോർന്നോ, എന്തു പറ്റി? കാരണം ഉറങ്ങാതിരുന്ന് ഫോൺ തോണ്ടിയ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് അത് പെട്ടെന്ന് കാണാൻ സാധിച്ചത്. ബാക്കിയുള്ള വ്ളോഗേഴ്സ് ഒക്കെ ഇതിനു വേണ്ടി കാത്തിരുന്ന ട്രെയിലർ റിയാക്ഷന് വേണ്ടി കാത്തിരുന്നിരിക്കുന്ന കുറെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അവരൊക്കെ ഇന്ന് വെളുപ്പാങ്കാലത്തെയാണ് ഇതൊക്കെ അറിയുന്നത്. അപ്പോഴാണ് മിക്കവരും അതിനെക്കുറിച്ച് ട്രെയിലർ റിയാക്ഷൻ ഒക്കെ ചെയ്തു തുടങ്ങിയത്. അപ്പോഴും അവർ വിചാരിച്ചിരുന്നത് മനഃപൂർവ്വം പണി കൊടുത്തതാണ്, വേറൊന്നുമല്ല. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കഥകളും കാര്യങ്ങളും ഒക്കെ പാടി പരത്തുന്നതിന് മുൻപ് തങ്ങൾ തന്നെ ഇവരെയൊക്കെ പറ്റിച്ചുകൊണ്ട് നേരത്തെ ഇറക്കിയെന്നാണ് വിചാരിച്ചത്. പക്ഷെ പുതിയ വാർത്തകൾ അറിയാൻ സാധിച്ചത് അതല്ല കാര്യം. ആക്ച്വലി ഈ പറയപ്പെടുന്നത് പൃഥ്വിരാജിനെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, വേറൊന്നുമല്ല, നിങ്ങളാണ് ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പുണ്ടായിരുന്നതാണ് പറയുന്നത്. വേറൊന്നുമല്ല, ഈ ട്രെയിലർ ഇറങ്ങുന്നതിന് കുറച്ചു മുമ്പ് ഇത് ലീക്ക് ചെയ്യപ്പെട്ടു എന്ന് അറിയാൻ സാധിക്കുന്നു. ഡീകോഡിങ്ങോ എന്തോ കാര്യങ്ങളൊക്കെ ടെക്നിക്കലായിട്ട് പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ആരാണ് ഇതൊക്കെ ഡീകോഡ് ചെയ്ത് റിലീസ് ഈ പറയുന്ന പോലെ ലീക്ക് ചെയ്തെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. കാരണം ഡിജിറ്റൽ വേൾഡ് ഇങ്ങനെ മായിക ലോകമായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കിടക്കുവാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ അപ്പം ഇത്രയും കഷ്ടപ്പെട്ട ഏതാണ്ട് 200 കോടിയോട് അടുത്ത 140 കോടിയോളം മുടക്കിയെടുത്ത ഒരു പടത്തിന്റെ ട്രെയിലർ, കാത്തിരുന്ന ട്രെയിലർ അങ്ങനെ ഈ മിടുക്കന്മാരായിട്ട് അങ്ങ് റിലീസ് ചെയ്യേണ്ട, അങ്ങനെ ലീക്ക് ചെയ്യേണ്ട. ലീക്ക് ചെയ്യുന്ന പറഞ്ഞ മൊമെന്റിൽ തന്നെ അവര് ഒഫീഷ്യലായിട്ട്, അതായത് പൃഥ്വിരാജും ടീമും ഒഫീഷ്യലായിട്ട് തന്നെ L2ന്റെ എമ്പുരാന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്തു. വമ്പിച്ച വിജയമാണ്. കാരണം ഗംഭീര പ്രതികരണങ്ങളാണ് പലയിടത്തുനിന്നും വരുന്നത്. ഏതാണ്ട് 25 ലക്ഷം 2 മില്യൺ മേളിൽ ആൾക്കാർ, ഇപ്പൊ ഏതാണ്ട് 30 ലാക്സ് ആയിട്ടുണ്ടാവും. ഏതാണ്ട് 9 മണിക്കൂറിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഒഫീഷ്യൽ ചാനലിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ യൂട്യൂബ് പേജിൽ ഏതാണ്ട് 25 ലക്ഷത്തിന് അടുത്ത ആൾക്കാർ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. 3 മിനിറ്റിന് അടുത്ത ദൈർഘ്യമുള്ള, 3 മിനിറ്റിന് മേളിൽ ദൈർഘ്യമുള്ള ഒരു ട്രെയിലറാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ഇറക്കിയിരിക്കുന്നത്. എന്തായാലും നാളെ ഈ പറയപ്പെടുന്ന അതിന്റെ ആദ്യത്തെ പാർട്ടായ ലൂസിഫറിന്റെ റീ റിലീസിംഗ് നടത്തുന്നുണ്ട്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയതാണല്ലോ ലൂസിഫർ. ഇപ്പോഴും നമ്മുടെ TV ചാനലുകളിൽ പടം റിലീസ് അല്ലെങ്കിൽ ഇറങ്ങാറുണ്ടെങ്കിലും ആൾക്കാർ ഒന്നുകൂടെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇരുന്നോട്ടെ. കാരണം അതിന്റെ സെക്കൻഡ് പാർട്ട് കാണുമ്പോൾ ഒരു ഗും നടത്തുന്നതായിരിക്കും. എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാള സിനിമ ചരിത്രത്തിൽ ഇത്രയും ബിഗ് ബഡ്ജറ്റ് പടം ആദ്യമായിട്ടാണ് നമ്മൾ ബാഹുബലി, അല്ലെങ്കിൽ ഈ പറഞ്ഞ PS1, PS2, ബാഹുബലി 1, ബാഹുബലി 2, ഈ പറഞ്ഞ കാന്താര, RRR, അങ്ങനെ പല ഭാഷകളിലുള്ള സൗത്ത് ഇന്ത്യൻ സിനിമകൾ ഇന്ന് കൊടുകുത്തി വാടുന്ന കാലമാണ്. സൗത്ത് ഇന്ത്യൻ സിനിമകൾക്ക് നല്ല നല്ല സിനിമകളും ബ്രഹ്മാണ്ഡ സിനിമകളും ഇറങ്ങാറുണ്ട്. പക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബ്രഹ്മാണ്ഡ സിനിമ ഇറങ്ങുന്നത്. അത് മാത്രമല്ല അതിന്റെ വമ്പിച്ച വിജയം അവര് കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും ട്രെയിലറിന്റെ പ്രതികരണങ്ങൾ ഏറ്റവും മികച്ചതാണ്, വേറൊന്നുമല്ല, അതിഗംഭീരമായ ട്രെയിലർ പെർഫോമൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. 6 രാജ്യങ്ങളാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും ഇത് ചിത്രീകരിച്ചിട്ടുണ്ട്. 6 വർഷത്തേക്ക് കാത്തിരിപ്പിന് ശേഷം ഈ പറയപ്പെടുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി തിരിച്ചു വരികയാണ്. സോ എല്ലാവരും കാത്തിരിക്കുകയാണ്. മാർച്ച് 27 ഫസ്റ്റ് റിലീസിന്റെ ടൈമും അവർ പറഞ്ഞിട്ടുണ്ട്. 6 മണിക്കാണ്, രാവിലെ 6 മണിക്കാണ് ഷോ. എന്തായാലും ട്രെയിലർ വമ്പിച്ച വിജയമായി മാറിയിരിക്കുന്നു. മേ ബി ഒരുപക്ഷെ ഇന്ന് തന്നെ 1 കോടിയിലധികം ആൾക്കാർ ചിലപ്പോൾ കണ്ടേക്കാം. അത്രയും ഗംഭീര പ്രതികരണമായിട്ടാണ് ട്രെയിലർ പോകുന്നത്. ഇനി ആര് ചോർത്തിയാലും ചോർച്ച ചെയ്താലും ആ ചോർച്ചയെല്ലാം പരത്തി അടച്ചുകൊണ്ട് തന്നെ പൃഥ്വിരാജും ടീമും മാർച്ച് 27 ലൂസിഫർ 2 ഇറങ്ങും, അല്ലെങ്കിൽ എമ്പുരാനുമായിട്ട് വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും നമുക്കും ആ ഒരു നല്ല സിനിമ മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റട്ടെ, മലയാള സിനിമയിൽ ഇനി ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ ഇനി ഉണ്ടാവട്ടെ, ഇതൊരു പാതയാവട്ടെ എന്ന് നമുക്കും എല്ലാവർക്കും ആഗ്രഹിക്കാം. നന്ദി.